ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് വെള്ളക്കടല കുറുമ അല്ലെങ്കിൽ ചന്ന മസാല, ചോല മസാല എന്നൊക്കെ പറയും, ആ ഒരു റെസിപ്പി നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചന മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ സവാളയായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതോടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒത്തിരി വഴന്നു പോകണ്ട കേട്ടോ. ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുജീരകം, അതായത് ക്യുമിൻ സീഡ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി നന്നായിട്ട് വഴന്നു വരണം. തക്കാളി നന്നായിട്ട് വെന്ത് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 6 കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സി ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫൈനായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചൂടായിട്ടുള്ള പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ബട്ടർ അപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴുകിയാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് കേട്ടോ കടല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കടലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഗ്രേവി എന്ന് വെച്ചാൽ ഒരു ഒത്തിരി തിക്കായിട്ടുള്ളതല്ല, ചെറിയൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മെത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൻ്റെ ചൂടുകൊണ്ടാണ് കേട്ടോ തിളക്കുന്നത്. ഞാനപ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതാണ്.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന്ന മസാല അല്ലെങ്കിൽ ചോല മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഭട്ടൂര, ചപ്പാത്തി, നാൻ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.